ദാരിദ്ര്യമുണ്ടാകാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ധാരാളം കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വാപ്പക്കും ഉമ്മക്കും വേണ്ടിയും ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യാത്ത മക്കളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. അതുകൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്ത ആളുകൾ എത്ര ആളുകളുണ്ട് ഇവിടെ? കൈയൊന്നും പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കടായി ഇങ്ങനെ പൊക്കിയാൽ മതി. ഞാൻ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. വാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കാത്ത ആളെ ഒരു പൈസ ഉണ്ടാവില്ല. അപ്പൊ എന്നും വാപ്പക്കും ഉമ്മക്കും വേണ്ടി മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കണം. മരിച്ചുപോയ ആളുകളാണെങ്കിൽ അവരെ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കണം. മരിക്കാത്ത വാപ്പാരാണെങ്കിൽ അവരെ ആഫിയത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കണം. ഇത് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആ ഒരു ദിവസം അവന് ഒരു ഐശ്വര്യവും ഇല്ല എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാരണമാണ് വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾ. വാപ്പന്റെയും ഉമ്മന്റെയും മുമ്പിൽ നടക്കാൻ പാടില്ല. എപ്പോഴും വാപ്പ ഒരു കൃഷിപ്പണിക്കാരനാണെങ്കിലും മക്കള് ഡോക്ടറാണെങ്കിലും ആ വാപ്പനെ മുമ്പിൽ കയറ്റണം. നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഭാര്യയുമായിട്ട് പോകുമ്പോൾ ഭാര്യനെ മുമ്പിലിരുത്തി ഉമ്മയെ ബാക്കിലിരുത്തിയാൽ പൊരുത്തക്കേട് വാങ്ങി. ചിലപ്പോ ഉമ്മ പറയും, മോനെ ഞാൻ ബാക്കിലിരുന്നോളാം, എനിക്ക് സുഖം അവിടെയാണ്. എന്നാ പിന്നെ ഓളും അവിടെ തന്നെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് സുഖം അവിടെ ആണെങ്കിൽ എന്റെ ഭാര്യ ഓളും അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് മുമ്പൊക്കെ ഇരുന്ന ഓൾക്ക് അവിടെ റാഹത്തായിട്ടിരിക്കാം. അത് ഉമ്മാക്ക് വലിയ സന്തോഷമാണ്. കാരണം ഉമ്മ ഇങ്ങനെ ചിന്തിച്ചു പോകും, ഞാന് 10-18 വയസ്സ് അല്ലെങ്കിൽ 20-22 വയസ്സ് വരെ ഞാൻ പോറ്റി വളർത്തിയ ഒരു മോന് 9 മാസം 9 ദിവസം ഗർഭം ചുമന്ന് മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച എൻ്റെ മോന് എന്നെ ഈ കാറിന്റെ മുമ്പിൽ ഇരുത്തുന്നില്ലല്ലോ എന്ന ഒരൊറ്റ ഒരു മനസ്സ് അങ്ങോട്ട് വന്നു പോയാൽ സുബ്ഹാനല്ലാഹ് നമ്മളെ കഥ കഴിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് പൊരുത്തമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ വളരെ പ്രധാനമായി നമുക്ക് ആവശ്യമുള്ള പൊരുത്തമാണ് വാപ്പൻ്റെ ഉമ്മൻ്റെ പൊരുത്തം വാങ്ങുക. അതുകൊണ്ട് ഒരിക്കലും വാപ്പയും ഉമ്മയും പിന്നിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു കേസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾ അവർക്കും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പൻ്റെ ഉമ്മൻ്റെ പേര് വിളിക്കാൻ പാടില്ല. വാപ്പൻ്റെ പേര് മുഹമ്മദ് എന്നും ഫാത്തിമ എന്നുമാണെങ്കിൽ മുഹമ്മദ് ഫാത്തിമ എന്ന് മാത്രമേ വിളിക്കാർ പാടുള്ളൂ. ഒരിക്കലും നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരു വാക്കുണ്ട്, തന്തപ്പൊടിക്ക് എനിക്ക് ഇഷ്ടമല്ല. തന്തപ്പൊടിക്ക് ഇഷ്ടമല്ല വാപ്പനെ പറ്റി പറയണം. നമ്മളൊരു കാര്യം മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്നില്ല, ഞാൻ പോന്നാല് എൻ്റെ തന്തപ്പൊടിക്ക് ഇഷ്ടാവൂല എന്നൊരു വാക്ക് നമ്മൾ അത് ഓരെ കുറ്റപ്പെടുത്തി പറയുന്നല്ല. എന്നാലും വാപ്പ എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ടാണല്ലോ തന്തപ്പൊടി എന്ന് വിളിക്കുന്നത്, തള്ളപ്പൊടി എന്ന് വിളിക്കുന്നത്. 9 മണിയാവുമ്പോൾ പൊരയിലെത്തിയിട്ടില്ലെങ്കിൽ തള്ളപ്പൊടി ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അതിൻ്റെ ഒപ്പം പെണ്ണുങ്ങളും ചൊറിയുണ്ടാവും. അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ട് തള്ളപ്പൊടി എന്നോ തന്തപ്പൊടി എന്നോ അതല്ലെങ്കിൽ വാപ്പ ഉമ്മ എന്നുള്ളതിന് ഇക്റാമ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു പേര് വിളിച്ചാൽ അവനും ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഒരിക്കലും നമ്മളത് ഉണ്ടാവരുത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വാപ്പനും ഉമ്മനും ആർക്കും വേണ്ട. എത്ര ആളുകളാണ് ഇപ്പോൾ എറണാകുളത്ത് ഹോസ്പിറ്റലിലുള്ള 46ഓളം വരുന്ന ആളുകളാണ്. ഹോസ്പിറ്റലിൽ വാപ്പാനിമ്മാനും നോക്കാത്ത മക്കള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾ 46ഓളം ആളുകളുണ്ട്. പത്രത്തിൽ വന്ന കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര പുര വലുതുണ്ടാക്കിയാലും എത്ര ചെറിയ പുരയാണെങ്കിലും നമ്മൾ ഏറ്റവും നല്ല ബെഡ്റൂം നമ്മൾ ആർക്കാ കൊടുക്കേണ്ടേ? വാപ്പക്കുമ്മക്ക കൊടുക്കേണ്ടേ? നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലാണ് എല്ലാ സംവിധാനവും ഉള്ളത്. ആ സംവിധാനമുള്ള ആ ഒരു റൂം നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണ്? വാപ്പാക്കുമ്മക്ക് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ അതേ സ്ഥാനമുള്ള ഒരു റൂം നമ്മൾ വീട്ടിൽ 2 എണ്ണം വേണം. ഒന്ന് വാപ്പക്കുമ്മക്കും ഒന്ന് നിങ്ങൾക്കും വേണം. അപ്പോഴാണ് ആ പൊരുത്തമുണ്ടാവുള്ളൂ. നിങ്ങളെ റൂമിൽ നല്ല അറ്റാച്ച്ഡ് ഉണ്ട്, AC ഉണ്ട്, സുബ്ഹാനല്ലാഹ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
പക്ഷേ നിങ്ങളെ വാപ്പയുടെയും ഉമ്മയുടെ മുമ്പിൽ കിടക്കുന്ന റൂമിൽ അതില്ലെങ്കിൽ വാപ്പൻ്റെ ഉമ്മനും മോങ്ങനെ എ സിയിൽ കിടന്ന് ബലസുക, ഇല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ ബാത്റൂമുണ്ട്, ഞാൻ പുറത്തേക്ക് ബാത്റൂമിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലേക്ക് ഞാൻ ബാത്റൂമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതോടുകൂടെ സുബ്ഹാനല്ലാഹ് വലിയ വേദനയായി. അതുകൊണ്ട് ബാപ്പനും നിങ്ങൾ വിട്ടുപോകരുത്. നിങ്ങൾ ഖാജ തങ്ങളെ മഹബത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ സദസ്സിൽ വന്നിട്ടുള്ളത്. എന്നാൽ സുബ്ഹാനല്ലാഹ് അതേ മോഡലിൽ നിങ്ങൾ സ്നേഹിക്കേണ്ട ആളുകളാണ് വാപ്പയും ഉമ്മയും. അതുകൊണ്ട് ദാരിദ്ര്യമുണ്ടാകുന്ന കാരണങ്ങളിൽ വാപ്പയും ഉമ്മയുമായി ബന്ധപ്പെട്ട ഒരു 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴും അത് നമ്മൾ പ്രാവർത്തികമാക്കണം. ഞാനിപ്പോൾ അടുത്തിങ്ങനെ ഒരു വലിയ വീട് നോമ്പുറക്കാൻ വേണ്ടി ഞാൻ പോയി. അങ്ങനെ വലിയ വീട്, 1 കോടി ഉറുപ്പ്യൻ്റെ 3 വീടുകൾ ഇങ്ങനെ അടിക്കടിക്ക് തുടരെയായിട്ടുണ്ട്. ഞാൻ അതിലെ ഒരു വീട്ടിൽ നോമ്പുറക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയപ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ ഒരു പ്രായം ചെന്ന ഒരു ഉപ്പയുണ്ട്. ആ ഉപ്പക്ക് 80 അപ്പുറമോ വയസ്സുള്ള ഒരു ഉപ്പയാണ് അവിടെ ഉള്ളത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ മക്കൾക്ക് വലിയ താല്പര്യത്തോടു കൂടെയാണ് ഇൻഷാ അല്ലാഹ് വേഗം കൊടുക്കുക കാപ്പി, ഞാൻ കൊടുക്കും, അഞ്ഞ് കാപ്പിമ്മ ശ്രദ്ധിക്കണ്ട, ഞാൻ പറയണ കാര്യം ശ്രദ്ധിക്കാം. കഴിഞ്ഞോ വേഗം കൊടുക്കും. ആളുകൾക്ക് കാപ്പി കണ്ട വലിയ ഇഷ്ടമാണ്. അപ്പൊ അതും അയിമ ഇങ്ങനെ കൊടുക്കും. നിക്കാഹ് നടക്കണോടത്ത് ഒരുണ്ടാവും സാക്ഷികൾ ഒപ്പിടുന്നതിന് മുമ്പ് 2 ഈത്തപ്പഴം കയറണം. അതൊക്കെ ഇപ്പം ഉണ്ടായ ഒരു ബിദ്അത്തായ സുന്നത്താ. അതൊക്കെ വലിയ പ്രശ്നമാണ്. സാക്ഷികൾ ഒപ്പിടുന്നതിന് മുമ്പ് ഭയങ്കര തിരക്കായി ഈത്തപ്പഴം കൊടുക്കാൻ. ഈത്തപ്പഴം കൊടുത്തില്ലെങ്കിൽ നിക്കാഹ് സഹിയാകായി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടാ കൊടുക്കല്. വേഗം കൊടുക്ക. ആളുകൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്തൊരു വത്തക്കള്ള. അപ്പൊ അങ്ങനെ കടിച്ചപ്പോഴാണ് എനിക്ക് പിടുത്തം കിട്ടിയ. അവനാണ് ആ കാര്യം തീരുമാനാക്കിയല്ലോ. ഒന്ന് കസാല കൊടുക്കോനെ. അങ്ങനെ രണ്ടാളി ഒന്നും അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ ആ 3 വീടുകള്, ആ 3 വീടിൽ നല്ല LED ബൾബ് വെച്ചിട്ടുണ്ട്. നല്ല സുന്ദരമായ വീടാണ്, അടിപൊളി വീടാണ്. ആ വീട്ടിൽ നോമ്പുറക്കാൻ പോയപ്പോ അവിടുത്തെ മോന് ബാപ്പനോട് പറയാണ്, വാപ്പച്ചിയെ നിങ്ങൾ ഇന്ന് തങ്ങളുപ്പൻ്റെ കൂടെയാണ് നിങ്ങൾ നോമ്പുറക്കാനുള്ളത്. അതുകൊണ്ട് 2 പത്തിരി ഇട്ട് വാപ്പച്ചി തങ്ങൾ പാപ്പാൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം എന്നാണ്. അപ്പൊ ആ ഒരു സ്നേഹത്തിൽ 2 പത്തിരി ഇട്ട് കൊടുത്ത് പാപ്പ അതറിയാതെ തിന്നുപോയി. അവര് പറയാം, മക്കള് വാപ്പ പത്തിരിയൊക്കെ തിന്നിട്ട് കാലം മറന്നുപോയി, ഒന്നും വാപ്പ തിന്നൂല, പക്ഷെ ഇന്ന് നിങ്ങളെ കൂടെ നിന്നില്ല. പിന്നെ ആ മകൻ പറയാണ് വാപ്പനോട്, വാപ്പച്ചിയെ കട്ലേറ്റ് ഉണ്ട്, നല്ല കട്ലേറ്റ് ആണ്, തങ്ങളപ്പൻ്റെ ഒപ്പം കൂടിയിട്ട് ഒരു കട്ലേറ്റിന്റെ കഷ്ണം വാപ്പച്ചി തിന്നോക്കാണ്. ആ വാപ്പച്ചി കട്ലേറ്റിന്റെ കഷ്ണവും തിന്നത്. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഈ വാപ്പിനോട് പറയാണ്, നിങ്ങൾ വത്തക്കന്റെ കഷ്ണം തിന്നോക്കാണ് തങ്ങളപ്പൻ്റെ കൂടെ കൂടിയിട്ട്. അങ്ങനെ അതും തിന്നു. അങ്ങനെ തിന്നുന്നതിൻ്റെ ഇടയിൽ ഈ വാപ്പ അതൊക്കെ അങ്ങനെ അറിയാതെ ആ മക്കളുടെ വാത്സല്യവും സ്നേഹവും അതിയായ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആ സ്നേഹപ്രകടനവും കണ്ടപ്പോ യഥാർത്ഥത്തിൽ എന്നെ നെട്ടിച്ചുപോയി. അതിൻ്റെ ഇടയിലാണ് വാപ്പ ഒന്ന് തുമ്മൽ നടന്നപ്പോ വാപ്പയുടെ മൂക്കിലൂടെയോ വായിലൂടെയും ഒക്കെ കഫം കെട്ട് പുറത്തേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ 3 മക്കളും ഒരു ടിഷ്യൂ പേപ്പറിന് വേണ്ടി പോയില്ല. അവര് ഒരു തോർത്തുമുണ്ടിന് അവർ പോയില്ല. മറിച്ച് അവരുടെ കൈ കൊണ്ട് ആ ഒരു കഫം കെട്ട് അവരിങ്ങോട്ട് എടുക്കുകയാണ് കൈകൊണ്ട്. അതിങ്ങനെ കണ്ടപ്പോ ഇന്ന് വാപ്പാക്ക് തുമ്പിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ മുണ്ടാണ് ഒന്നിരിക്കെ തോർത്തുണ്ടിന് പോവാണ്, ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിന് പോവാണ്. സുബ്ഹാനല്ലാഹ്, ഈ മക്കൾ വാപ്പയോട് ചെയ്യുന്നത് അവർ ടിഷ്യൂ പേപ്പറിന് പോകുന്നില്ല, അവര് മറ്റു ഉപകരണങ്ങൾക്ക് പോവാതെ ആ കൈ കൊണ്ട് തോത്തുകയാണ്. ആ സമയത്ത് വാപ്പയുടെ മനസ്സിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ലഭിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും വിജയിച്ചു പോയി. അത് റാഹത്തായി പോയി. ഒരു കാര്യത്തിലും നമ്മൾ കുടുങ്ങൂല, പൈസക്ക് നമ്മൾ കുടുങ്ങൂല, ഓടിയും കുടുങ്ങൂല. വാപ്പനും ഉമ്മനും നമ്മൾ ഒരിക്കലും വെറുപ്പിക്കരുത്. എത്ര ആളുകളുണ്ട് വൃതസദനത്തിൽ, എത്ര ആളുകളുണ്ട് പ്രായമാകുമ്പോൾ ചെന്നിയാവുമ്പോൾ വാപ്പ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ വിളിയേക്കും. അപ്പൊ 1 വട്ടം 2 വട്ടം വിളിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറയലെന്താ, എത്ര വട്ടമായി നിങ്ങൾ വിളിക്കണം ഇങ്ങനെ, ഞാൻ നേരത്തെ വിളിയേട്ടില്ലേ, നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ മുണ്ടാതൊന്ന് കടന്നോക്കാണ് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ആ വാപ്പയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. എൻ്റെ മോൻ എന്നോട് പറയുന്നത് മിണ്ടാതെ നിൽക്കാനാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും പറഞ്ഞു പോകരുത്.
അപ്പൊ പ്രായം ചെല്ലുമ്പോൾ നമ്മൾ നന്നായി നമ്മൾ നോക്കണം, ബാപ്പനിമ്മ നന്നാക്കി നോക്കണം. ഓൽക്കാണ് പൊരുത്തമുള്ളത്. പൊരുത്തം കിട്ടുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിക്കുള്ളൂ. പൊരുത്തം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തിനാ പൊര മക്കളെ. ബാപ്പനും ഇമ്മനും കിട്ടാതെ സുബ്ഹാനല്ലാഹ്. ഇന്നലെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ഉമ്മ എന്നോട് വന്നിട്ട് പറയാണ്, സുബ്ഹാനല്ലാഹ്, ഉമ്മ പറയാണ് മകന് നല്ല പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ലോണം പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പണൊക്കെ ഉണ്ടായപ്പോ ഒരു 12 സെന്റ് സ്ഥലമാണുള്ളത്. അതില് ഈ 12 സെന്റ് സ്ഥലത്തിലാണ് നേരത്തെ പൊര കയറ്റിയത്. ഇപ്പൊ ഓൻ പറയാണ് ഉമ്മാന്റെ പേരിൽ നിൽക്കുന്ന സ്ഥലമാണ്, പൊര എന്റേതാണ്, ഉമ്മ എന്റെ പേർക്ക് അത് എഴുതി തന്നെങ്കിലേ ഞാൻ ഉമ്മാനെ നോക്കുള്ളൂ. ഈ മകൻ പറയാണ്, ഓൻ നല്ലോണം പൈസ, കോടിക്കണക്കിന് പൈസ ഓന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഓൻ പറയാണ് ഞാൻ ഉമ്മാനെ നോക്കണമെങ്കിൽ എന്റെ പൊര നിൽക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ കുട്ടി വന്നുകൊണ്ട് പറയത്രേ ഉമ്മനോട്, ഈ വല്യമ്മനോട് പറയും, ഞങ്ങൾക്ക് എൻ്റെ ഉപ്പച്ചിയും എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ ഇത്തയും മാത്രമേ ഞങ്ങൾക്കുള്ളൂ, വേറെ ആളും ഞങ്ങൾക്കില്ല. അപ്പൊ ഞാനോ, ഈ വല്യമ്മ ചോദിക്കാണ് ഈ പേരക്കുട്ടിനോട്, അപ്പൊ ഞാനോ, ഇങ്ങളൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പിച്ചും അതുപോലെ തന്നെ എൻ്റെ ഇത്താത്തി മാത്രമേ ഉള്ളൂ. എത്ര കരഞ്ഞുകൊണ്ട് ഉമ്മ പറയണം. എന്നിട്ട് ഉമ്മ ഉംറക്ക് ഹജ്ജിന് വേണ്ടി പോയപ്പോ ഉമ്മ എന്ത് ചെയ്തു, ഈ മകനെ 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു ഹജ്ജിന് വേണ്ടിയിട്ട്. അങ്ങനെ അഡ്വാൻസ് കൊടുത്തുനിന്ന് സുബ്ഹാനല്ലാഹ് ഈ ട്രാവൽസുകാരനോട് ഈ മകൻ വിളിച്ചിട്ട് പറയാണ്, ഞാൻ 50,000 രൂപ തന്നിച്ചിട്ട് ബാക്കി പൈസ ഞാൻ തരൂല, ഞാൻ തരണമെങ്കിൽ ഉമ്മ എൻ്റെ മേലെ ആ സ്ഥലം ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് തരണം, എന്നെങ്കിലേ ഞാൻ ബാക്കി പൈസ തരുള്ളൂ, ഇല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുത്തോളാം. അങ്ങനെ ആ ഉമ്മ പറഞ്ഞു, ഓൻ തരുന്നില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും എൻ്റെ സ്വർണ്ണൊക്കെ വിറ്റിട്ട് തരാം എന്ന് പറഞ്ഞ്. എന്നിട്ട് ഈ ഉമ്മയുടെ മനസ്സിന്റെ ഉള്ളിൽ ആ മകൻ സുബ്ഹാനല്ലാഹ് 9 മാസവും 9 ദിവസവും കഴിഞ്ഞ് പ്രസവിച്ച ആ ഉമ്മയുടെ മനസ്സിൽ അപ്പോഴും മകൻ ഒന്നുണ്ട്. ഉമ്മ പറയാണ്, ഞാൻ ഹജ്ജിന് പോയപ്പോ മോനോട് ഇനി പൊരുത്തപ്പെടിക്കാതെ പോവണ്ടെന്ന് എഴുതിയിട്ട് മകനോട് ചെന്നിട്ട് ഉമ്മ പറയാണ്, മോനെ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഇനി ഈ സ്ഥലം കൂടി എനിക്ക് എഴുതി തന്നാൽ എനിക്കൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ എനിക്ക് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോ അവൻ വേറെ ആളുകൾ പറയാണ്, എൻ്റെ ഉമ്മൻ്റെ കാല് പിടിച്ച് പറഞ്ഞെങ്കിലേ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുള്ളൂ. മകൻ പറയാം. ഇതിപ്പോ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് നിങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാനുള്ള കാര്യം, 5 വക്ത് നിസ്കാരങ്ങൾ കറക്റ്റ് നിസ്കരിക്കണം. ഒന്ന്, ബാപ്പനിമ്മ നിങ്ങൾ നോക്കണം. അൽഹംദുലില്ലാഹ് 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണം. ഒറ്റ നിസ്കാരം നഷ്ടപ്പെട്ടു പോവരുത്. നമ്മളൊക്കെ മരിക്കാനുള്ള ആളുകളാണ്. എപ്പോഴും നമ്മളെപ്പോഴും മരിക്കും. നമ്മൾ മരിക്കുന്ന സമയം എപ്പോഴെന്ന് അറിയില്ല. ആ മരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ബഹുമാനപ്പെട്ട സുൽത്താനില്ല ഉസ്താദ് ഈ സുഖമില്ലാതെ കിടന്നപ്പോ ഉസ്താദ് സംസാരമൊക്കെ തുടങ്ങിയപ്പോ ഒരു തവണ ഉസ്താദിന്റെ അരികിൽ ഞാൻ എത്തിയപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. എന്തിനാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്? ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ഇനി പള്ളികൾ ഉണ്ടാക്കണം, മദ്രസകൾ ഉണ്ടാക്കണം, മർക്കസിന് വേണ്ടി ഖിദ്മ ചെയ്യണം, ബുഖാരി ക്ലാസ് നടത്തണം. അതിനെനിക്ക് ആവതില്ലാതെ എന്നെ 4 ആളുകൾ നോക്കേണ്ട ഒരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒരു കാര്യവും ഈ ദുനിയാവിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ദീനിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈമാനോടുകൂടെ മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ചോദ്യമുണ്ട് നമ്മളോട്. വഅൻ ശബാബിഹി ഫീമാ അഫ്നാ, നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുണ്ട്, അൽഹംദുലില്ലാഹ് നമ്മൾ ഈ മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇന്റർലോക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ അൽഹംദുലില്ലാഹ് ഒരു മുതഅല്ലിമ്, ഒരു കുട്ടി മദ്രസയ്ക്ക് അലിഫ് പഠിക്കാൻ വേണ്ടി വരുമ്പോൾ, നല്ല വഴിയിലൂടെ വരുമ്പോൾ അൽഹംദുലില്ലാഹ് ആ കുട്ടി പഠിക്കുന്ന അലിഫ്, ആ കുട്ടി പഠിക്കുന്ന ബാ, ആ കുട്ടി പഠിക്കുന്ന ഖുർആന്, അതിന്റെ ഒക്കെ ഒരു കൂലി അൽഹംദുലില്ലാഹ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളാണ് ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാജാ തങ്ങളുടെ നോട്ടമുള്ള നല്ല മഹല്ലായി
നാടായി അല്ലാഹു തആല സ്ഥാപനമാക്കി അല്ലാഹു കബൂലാക്കട്ടെ. ഈ വർഷം ആടിനെ തന്ന ആളുകളൊക്കെ പല ഉദ്ദേശങ്ങളും പറഞ്ഞ് തന്നിട്ടുണ്ട്. അവർക്കൊക്കെ ജീവിതത്തിൽ അനുഭവമുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇജാബത്തുള്ള മജ്ലിസാക്കി അല്ലാഹുക്ക് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ എന്ന് മാത്രങ്ങളോട് ഞാൻ പറഞ്ഞ് അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഈ മദ്രസക്ക് വേണ്ടി സഹകരിക്കണം. എൻ്റെ മനസ്സിലുള്ള കാര്യം, എനിക്ക് മദ്രസ എന്ന് പറയുമ്പോൾ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാഹ്. മദ്രസന്റെ ആളുകൾ ഉണ്ടാക്കി ഒരാളാണ് എന്ന് ഒരു സദസ്സിൽ എണീറ്റ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ദുബായിൽ മർക്കസിന് വേണ്ടിയിട്ട് ലോജിസ്റ്റിക് ഹബ് എന്ന് പറയുന്ന ഒരു ഗോഡൌണ് മർക്കസിന്റെ കുട്ടികൾക്ക് സ്ഥിര വരുമാനത്തിന് വേണ്ടി 75,000 സ്ക്വയർ ഫീറ്റ് 13.5 കോടിയിൽ ഉണ്ടാക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അത് ഗോഡൌണാണ്. അതിൽ ആ വരുമാനം മർക്കസിനുള്ള അതിനുവേണ്ടി പോയപ്പോൾ ഓരോ അബുദാബിയിലും ദുബായിലും അങ്ങനെ 9-10 ദിവസത്തെ പരിപാടി നടന്നപ്പോൾ അവിടെയൊക്കെ ഓരോ മജ്ലിസ് ചെല്ലുമ്പോഴും ഇന്ന നാട്ടുകാരനാണ്, എൻ്റെ നാട്ടിൽ നിങ്ങൾ മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ മജ്ലിസിനോട്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ എന്നെ മഹബത്ത് വെക്കുന്നവരാണ്, ഞാൻ നിങ്ങളെയും മഹബത്ത് വെക്കുന്നവരാണ്. അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് മുത്തുനബിയുടെ ചാരത്ത് വെച്ചുകൊണ്ട് കാണാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ചിലപ്പോൾ അവിടുത്തെ ഒരു പേരക്കുട്ടി എന്ന നിലയിൽ എനിക്ക് ഒരവസരം കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ എനിക്ക് വിളിക്കണം, അതിന് ഞാൻ അവിടെ എത്തണം. അങ്ങനെയാണല്ലോ. അൽഹംദുലില്ലാഹ്. എന്തായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പേരക്കുട്ടികളെ വേദനിപ്പിക്കൂല എന്നൊക്കെയാണല്ലോ. എന്നാലും അൽഹംദുലില്ലാഹ് നമ്മൾ നല്ലൽക്ക് ജീവിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴേ മുത്തുനബിക്കും നമ്മളോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു പേരക്കുട്ടിക്ക് ഒരു അവസരം കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെ ഇവിടെ പെരുന്താറ്റിരി മദ്രസന്റെ എടുത്തുള്ള ആളുകളാണ്, അവിടുത്തെ അജ്മീർ ഉറൂസിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, അവിടെ ആടിനെ തരുന്ന ആളുകളാണ്, മദ്രസക്ക് അൽഹംദുലില്ലാഹ് പൈസ തരുന്ന ആളുകളാണ്, അവിടെ ഭക്ഷണം വെക്കുന്നതിന്റെ ചെറുപ്പക്കാരാണ്. ഇന്നലെ മുതൽ ഇന്ന് രാവിലെ മുതൽ ഇതിനു വേണ്ടി കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. 26 ആടിലെ 26 ആട് അറുത്ത് അൽഹംദുലില്ലാഹ് അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ആടുകളെ കൊണ്ടുവരുന്നത് കാണാം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ റാഹത്തുള്ള സംഭവമാണ്.